ആരാധനാ ക്രമവത്സരത്തിലെ 7ാമത്തെ കാലമായ ഏലിയ ശ്ലീവ മൂസ കാലത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് നാം ഇന്ന്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ രൂപാന്തരീകരണവുമായി ബന്ധപ്പെട്ട വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 9ാം അധ്യായം 2 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ് പ്രധാനമായും നാം ഇന്ന് വിചിന്തനത്തിനായി തിരഞ്ഞെടുക്കുക. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള 1ാമത്തെ വായനയിൽ ദൈവത്തോട് സംഭാഷണത്തിൽ ഏർപ്പെടുവാൻ സീനായ് മലമുകളിലേക്ക് കയറിയ മോശ തിരികെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ശോഭിച്ചതും ചുറ്റുമുള്ളവർക്ക് ആ മുഖത്തേക്ക് നോക്കുവാൻ പറ്റാത്ത വിധം തേജസ്സുറ്റതുമായിരുന്നു എന്നതാണ് 1ാമത്തെ വായനയുടെ സാരാംശം. ദൈവത്തിൻ്റെ മഹത്വം ദേവാലയത്തിൽ നിറഞ്ഞു നിന്നതിനാൽ പുരോഹിതന്മാർക്ക് പോലും അവിടെ ശുശ്രൂഷ തുടരുവാൻ സാധിച്ചില്ല എന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകത്തിൽ നിന്നുള്ള 2ാം വായനയിൽ നാം കണ്ടുമുട്ടുന്നു. സ്വർഗീയ ശരീരങ്ങളെയും ഭൗമിക ശരീരങ്ങളെയും അവയുടെ തേജസ്സിനെയും പറ്റി പ്രതിപാദിക്കുന്ന 3ാം വായനയിൽ ഭൗമിക ശരീരത്തിന് ഉടമകളായ നാമെല്ലാം സ്വർഗീയ ശരീരം സ്വന്തമാക്കുവാനായി രൂപാന്തരപ്പെടേണ്ടവരാണ് എന്ന് പൗലോസ് ശ്ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ 1ാം ലേഖനത്തിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ശിഷ്യന്മാർക്ക് മുൻപിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുന്ന ക്രിസ്തുവിനെയാണ് സുവിശേഷ ഭാഗത്തിൽ നാം ഇന്ന് കണ്ടുമുട്ടുന്നത്. ഇന്നത്തെ വായനകൾ ഉടനീളം നമുക്ക് നൽകുന്നത് രൂപാന്തരീകരണത്തെ പറ്റിയുള്ള ചിന്തകളാണ്. മോശയുടെ മുൻപിൽ സീനായ് മലമുകളിൽ മഹത്വപ്പെട്ട ദൈവം, ദേവാലയത്തിൽ തൻ്റെ തേജസ് വെളിപ്പെടുത്തിയ ദൈവം തൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ശിഷ്യന്മാരുടെ മുൻപിൽ തൻ്റെ മഹത്വം വെളിപ്പെടുത്തുകയാണ്. ക്രിസ്തുവിൻ്റെ രൂപാന്തരീകരണത്തെപ്പറ്റി ഇന്ന് നാം വിചിന്തനം ചെയ്യുമ്പോൾ ഇത് നൽകുന്ന ചില ചിന്തകളെ നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, സുവിശേഷങ്ങളിൽ ഉടനീളം പ്രാർത്ഥിക്കുവാനായി മലമുകളിലേക്ക് കയറുന്ന ക്രിസ്തുവിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. അപ്രകാരം മലമുകളിലേക്ക് കയറുന്ന ക്രിസ്തുവിന് രൂപാന്തരീകരണം സംഭവിക്കുക പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കും രൂപാന്തരീകരണം സംഭവിക്കുക പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലാണ്. എന്നാൽ എത്ര പ്രാർത്ഥിച്ചിട്ടും നോമ്പ് നോച്ചിട്ടും നമ്മിൽ മാറ്റം സംഭവിക്കുന്നില്ലെങ്കിൽ നാം തിരിച്ചറിയണം, എൻ്റെ പ്രാർത്ഥനകൾ എന്നെ രൂപാന്തരപ്പെടുത്തുന്നതിന് സഹായകമാകുന്നില്ല എന്ന്. നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ പലതും സംഭവിക്കാതിരിക്കുമ്പോൾ, നമ്മുടെ ഇഷ്ടങ്ങൾക്കും സ്വപ്നങ്ങൾക്കും അനുസരിച്ച് ദൈവം പ്രവർത്തിക്കാതെ വരുമ്പോൾ അസ്വസ്ഥരാകുന്നവരാണ് നമ്മിൽ പലരും. കാരണം എൻ്റെ പ്രാർത്ഥനകൾ എന്നിൽ രൂപാന്തരീകരണം സംഭവിക്കുവാനല്ല, മറിച്ച് ദൈവത്തിൽ രൂപാന്തരീകരണം സംഭവിക്കുവാനാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എൻ്റെ പ്രാർത്ഥനകൾ ദൈവത്തെ തിരുത്തുവാനുള്ളതായി മാറാതെ എന്നെ തന്നെ തിരുത്തുവാനും അപ്രകാരം എന്നിൽ രൂപാന്തരീകരണം വരുവാനും നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായി, കൂടെ നടന്നവൻ ദൈവമാണെന്ന് തിരിച്ചറിയുന്ന ശിഷ്യന്മാരെയാണ് വചനഭാഗം നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുക. ഈ വചനഭാഗത്തിന്റെ തൊട്ടു മുൻപിലുള്ള അധ്യായത്തിൽ നീ ക്രിസ്തുവാണ് എന്ന് ഏറ്റുപറയുന്ന പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനമാണ് നാം കണ്ടുമുട്ടുന്നത്. എന്നാൽ തുടർന്ന് ക്രിസ്തു തൻ്റെ പീഡാനുഭവ ഉദ്ധാനത്തിന്റെ 1ാം പ്രവചനം നടത്തുമ്പോൾ ക്രിസ്തുവിനെ മാറ്റി നിർത്തി തടസ്സം പറയുന്ന പത്രോസിനെയും നാം കണ്ടുമുട്ടുന്നുണ്ട്. നീ ക്രിസ്തുവാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന പത്രോസ് തന്നെ തനിക്ക് തടസ്സം നിൽക്കുന്നത് കൊണ്ടായിരിക്കാം തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ അവൻ തീരുമാനിക്കുന്നതും. കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയാൻ കഴിയാതെ പോയ അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയാണ് അവിടുന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കൂടെ നടക്കുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കാറുണ്ടോ? അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും മേമ്പൊടിയില്ലാതെ അനുദിന ജീവിതത്തിൽ മറ്റുള്ളവരിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവത്തെ തിരിച്ചറിയുവാൻ നമുക്ക് എല്ലാവർക്കും പരിശ്രമിക്കാം. മൂന്നാമതായി, മലമുകളിൽ ആയിരിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്ന് ക്രിസ്തുവിനോട് പറയുന്ന പത്രോസിനെ നാം കണ്ടുമുട്ടുന്നുണ്ട്. താൻ ആയിരിക്കുന്ന സാഹചര്യത്തിലെ നന്മ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് അവിടെ തന്നെ ആയിരിക്കുവാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നാമും സ്വന്തമാക്കേണ്ടത് ഈ മനോഭാവമാണ്. നാം ആയിരിക്കുന്ന ഇടങ്ങളിലെ നന്മകൾ കണ്ടെത്തുവാനും അതിൽ സംതൃപ്തരാകുവാനും നാം പഠിക്കണം. കുറവുകളും പോരായ്മകളുമുള്ള ഇടങ്ങളും വ്യക്തികളും സാഹചര്യങ്ങളുമാണ് നമുക്കുള്ളതെങ്കിലും അതിൽ സംതൃപ്തരാകാൻ പരിശ്രമിക്കുമ്പോഴാണ് അവിടെ സമാധാനം നിറയുന്നതെന്ന്
വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സ്നേഹമുള്ളവരെ, ദൈവത്തെ തിരുത്തുവാൻ പരിശ്രമിക്കുന്നവരാകാതെ സ്വയം രൂപാന്തരപ്പെടുവാനും അങ്ങനെ കൂടെ നടക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് നാം ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ സംതൃപ്തരാകുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.